ഹലോ ഗൈസ്, വെൽക്കം ടു ദിയ സൈബ്സ്. അപ്പോൾ നമ്മളിന്ന് ഡിന്നർ കഴിക്കാനായിട്ട് കേക്ക്സ് ആൻഡ് കേക്ക്സിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഒരു ടീ ആയിരുന്നു. ഒരു 5 to 10 minutes ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ടീ കൊണ്ടുപോകുന്നു. ശരിക്കും പറയാമല്ലോ, പുറത്തുനിന്ന് ടീ കുടിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് എന്തോ തോന്നിയിട്ടാണ് എനിക്ക് ടീ കുടിക്കാനുണ്ട് എന്തോ ഒരു ആഗ്രഹം. അങ്ങനെ എന്താ ടീ കുടിച്ചു. സംഭവം എനിക്കൊരു മീഡിയമായിട്ട് ഉണ്ടോ തോന്നി. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഒരു മീഡിയം ടൈപ്പായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഡിന്നറിനുള്ള ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ അവർക്കുള്ള ഫുഡും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു എഗ് നൂഡിൽസ് ആയിരുന്നു. ശേഷം 2 സെറ്റ് പൊറോട്ടയും ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറയാലോ, നല്ല ചൂടുണ്ടായിരുന്നു നമ്മുടെ എഗ് നൂഡിൽസിന്. അതും കൂടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. സംഭവം എനിക്ക് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു തോന്നിയത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം അതിൽ കുറേ വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടാതെ ഈ ചിക്കൻ കറിയും പൊളിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗ്രേവിയും കാര്യങ്ങളും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മിക്ക ഫുഡ്സും, അതായത് ഡിന്നർ കഴിക്കാൻ വരുവാണെങ്കിൽ മിക്ക ഫുഡ്സും നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ കഴിക്കാറുള്ളത്. സംഭവം നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ സംഭവം. നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് ഒഴിക്കുകയാണ്. ശേഷം ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ബേക്കറി ആയിരുന്നു. ശേഷം ആണ് ഇത് റെസ്റ്റോറൻ്റ് ആക്കിയത്. അതിന് മുമ്പ് ഇവിടെ കേക്ക്സ് അവൈലബിൾ ആണ്. അതും കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്സ്, അതേപോലെ ജ്യൂസസ്, ഐസ്ക്രീംസ്. അപ്പോൾ ഇവർ അതും കൂടാതെ ഓരോ ഈവൻസിനും ഒക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സംഭവം ഇവിടുത്തെ നല്ല ഫുഡ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തതായി ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ശേഷം നമ്മൾ ദാണ്ടേ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ സ്നാക്സ്. ഇവിടെ കുറേ ബിസ്ക്കറ്റ് ഒക്കെയാണ് ബാക്കിലിരിക്കുന്നത്. കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹൽവ, അതേപോലെ കേക്ക് ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ജ്യൂസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ വന്നാലും ഇവിടുന്ന് ഒരു ജ്യൂസ് എടുക്കും. ശരിക്കും പറയാൻ എനിക്ക് ചെറുതായിട്ടൊന്ന് തൊണ്ട ഒന്ന് അടങ്ങിയിരുന്നായിരുന്നു. ഇപ്പോഴാണൊന്ന് മാറിയത്. അത് കാരണം ഞാൻ തണുപ്പില്ലാത്തൊരു ക്യാവിൻസ് മിൽക്ക് ഷേക്ക് എടുത്തു കേട്ടോ, ഒരു സ്ട്രോബെറി ഫ്ലേവർ. അപ്പോൾ ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ലവ് ആൻഡ് ബൈ.